Voice of Marketing, in touch with positive people. Dear my channel viewers, welcome to the Voice of Marketing. Wish you all the best and success in your life. I have immense pleasure to invite all of you a new episode to face your challenge. ഇന്ന് നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ. ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടാനുള്ള പേയ്മെൻറ്റുകളാണ്. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് എങ്ങനെ വാങ്ങിച്ചെടുക്കാം? വലിയൊരു പ്രശ്നം പിടിച്ചൊരു കാര്യമാണ്. കൊടുത്തപ്പോൾ അറിഞ്ഞില്ലല്ലോ, 2 ലക്ഷം കൊടുത്തുപോയി. കൊടുക്കാൻ എന്ത് സുഖമായിരുന്നു. നിങ്ങളുടെ പ്രോഡക്റ്റുകൾ കൃത്യമായിട്ട് അല്ലെങ്കിൽ സർവീസുകൾ കൃത്യമായിട്ട് വണ്ടി കയറ്റുക, കൊടുത്തിറക്കുക, അദ്ദേഹം ചിരിക്കുക, ആ സന്തോഷമായി. ഇത് കൊടുത്തുകൊണ്ടേയിരുന്നു. പിന്നെ പേയ്മെൻറ്റിൻ്റെ കാര്യം വന്നപ്പോൾ സംഗതി മാറി, വിധം മാറി. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ എല്ലാവരും ഫേസ് ചെയ്തുകൊണ്ടാണല്ലേ അല്ലേ? ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെയുള്ള ഇഷ്യൂകൾ നമ്മൾ ശരിക്കും ഫേസ് ചെയ്യുന്നുണ്ടല്ലേ അല്ലേ? ശരിയല്ലേ? എല്ലാവരും ഫേസ് ചെയ്യുന്നു. ഒരു കമ്പനിയിലെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആണെങ്കിലും, കേരളം നോക്കുന്ന അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യ നോക്കുന്ന ഒരാളാണെങ്കിൽ പോലും ഔട്ട്സ്റ്റാൻഡിങ് കളക്ട് ചെയ്യൂ, പേയ്മെൻറ്റ് കളക്ട് ചെയ്യൂ. എവിടെ പേയ്മെൻറ്റ് വരുന്നില്ല, എന്തുകൊണ്ട് പേയ്മെൻറ്റ് വരുന്നില്ല? ഒരു പകുതി ആൾക്കാർക്കും ഈ തിരിച്ചു കൊടുക്കാനുള്ള ഒരു ക്വാളിറ്റി ഇല്ലാതെ വരികയാണ്. അത് തിരിച്ചു കൊടുക്കാത്ത ഒരു പരിധി വരെ വേറെ ചില റീസൺസ് ഉണ്ട്. അവർക്ക് കൊടുക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വന്നതുകൊണ്ടാണ്. അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ഓരോ മനുഷ്യരിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് അവരെന്താന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. പുറമേ കാണുമ്പോൾ നമുക്കൊന്നും ഒരാളെക്കുറിച്ച് വിലയിരുത്താൻ പറ്റില്ല. അവരെക്കുറിച്ച് മനസ്സിലാക്കണം. ഒരാളെക്കുറിച്ച് മനസ്സിലാക്കാൻ അയാളോടൊപ്പം യാത്ര ചെയ്യണം, അല്ലെങ്കിൽ അയാളോടൊപ്പം ഒരു ദിവസം ചെലവഴിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെ ഔട്ട്സ്റ്റാൻഡിങ് കളക്ട് ചെയ്യാം, എങ്ങനെ വളരെ സ്പീഡായിട്ട് ഔട്ട്സ്റ്റാൻഡിങ് കളക്ട് ചെയ്യാം, അതിനുള്ള മെത്തേഡുകൾ എന്തൊക്കെയാണ്, നമ്മൾ അതിനെക്കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം. ഔട്ട്സ്റ്റാൻഡിങ് സഡനായിട്ട് കളക്ട് ചെയ്യാനുള്ള ഒരു മാർഗ്ഗമാണ് റെഡി ക്യാഷ് പേയ്മെൻറ്റിൽ ഡീൽ ചെയ്യുക. റെഡി ക്യാഷ് പേയ്മെൻറ്റിൽ ഡീൽ ചെയ്യുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ അവിടെ ഉദിക്കുന്നുണ്ട്. ക്യാഷ് ഡിസ്കൗണ്ട് 20% ഡിസ്കൗണ്ടാണ് നമ്മൾ നോർമൽ ഒരു പ്രോഡക്റ്റിന് ഓഫർ ഒരു ഡീലർക്ക് കൊടുക്കുന്നതെങ്കിൽ, ഇൻ കേസ് 10% കൂടി കൊടുക്കുകയാണെങ്കിൽ പോലും പേയ്മെൻറ്റ് റെഡി അപ്പോൾ തന്നെ ഡെലിവറി ചെയ്യുമ്പോൾ തന്നെ പേയ്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ അത് നല്ലൊരു മെത്തേഡായിട്ടാണ് തോന്നുന്നത്. ഇതേ അങ്ങോട്ട് പോയാൽ തിരിച്ച് കിട്ടാൻ ഇത്തിരി വിഷമാട്ടോ. ഇത് എത്രയും പെട്ടെന്ന് വാങ്ങിച്ചെടുക്കാൻ ഉള്ള കാര്യങ്ങൾ ചെയ്യുകയാണ് ഏറ്റവും ബെറ്റർ. റെഡി പേയ്മെൻറ്റിൽ ഡീൽ ചെയ്യുമ്പോൾ ക്യാഷ് ഡിസ്കൗണ്ട് കൊടുക്കുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലൊരു കിഴവഴക്കാണ്. 20% ആണ് അയാളുടെ ഡിസ്കൗണ്ട്. ഒരു 10% കൂടി കൊടുത്തു. 10% കൊടുക്കുക, കൃത്യമായിട്ട് പ്രോഡക്റ്റ് ഡെലിവറി ചെയ്യുമ്പോൾ സർവീസ് കൊടുത്തതിന് ശേഷം ആ പേയ്മെൻറ്റ് വരണം, അക്കൗണ്ടിലേക്ക് വരണം, നമ്മുടെ അക്കൗണ്ടിലേക്ക് നെറ്റ് വരണം, അല്ലെങ്കിൽ ക്യാഷായിട്ട് കയ്യിൽ വരണം. പിന്നെ വീക്ക്ലി സെറ്റിൽമെൻ്റ് ഉണ്ട്. ഞാൻ കൃത്യം 3 മണിക്ക് എല്ലാ ഫ്രൈഡേയും ഇവിടെ എത്തും. അപ്പോൾ എനിക്ക് ഇതിൻ്റെ കളക്ഷൻ കിട്ടണം, പേയ്മെൻറ്റ് കിട്ടണം സാർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡീൽ ചെയ്യാം. പേയ്മെൻറ്റ് എത്ര കിട്ടണം? 50,000 കൊടുത്തു. 50,000 കൊടുക്കുമ്പോൾ നമ്മൾക്ക് ഒരാഴ്ച കൊണ്ട്, ഒരു മാസം കൊണ്ട് ഇതിൻ്റെ പേയ്മെൻറ്റ് ഫുള്ളായിട്ട് തന്നു തീർക്കുന്ന ഒരു സിസ്റ്റം ആണെങ്കിൽ അതിന് 50,000 ഡിവൈഡ് ചെയ്യുക, 4 ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഒരാഴ്ച എത്ര പേയ്മെൻറ്റ് തരണം? അങ്ങനെ ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന എമൗണ്ട് ഓരോ ആഴ്ചയായിട്ട് കളക്ട് ചെയ്യുക. രണ്ടാമത്തെ ഒരു ഓർഡർ വന്നു, 50,000 നമ്മൾ കൊടുത്തു. നെക്സ്റ്റ് ഓർഡർ കൂടി വന്നിരിക്കുകയാണ്. നമുക്ക് ആ ഡീലറുടെ അടുത്ത് പറയാം, സാർ ഇത് നെക്സ്റ്റ് ഓർഡറാണ്, നമുക്ക് ഇതാണ്. നമ്മളെപ്പോഴും തുറന്ന് പറയാതെ ഒന്നും നടക്കില്ല കേട്ടോ. കാര്യങ്ങൾ ഓപ്പണായിട്ട് പറയണം. രണ്ടാമത്തെ ഓർഡറാണ് എന്ന് പറഞ്ഞ് ആ ഓർഡർ അയക്കുമ്പോൾ, രണ്ടാമത്തെ ഓർഡർ അയക്കുമ്പോൾ അയാളോട് സംസാരിക്കുകയാണ്, അപ്പോൾ ഞാൻ പേയ്മെൻറ്റ് തരുന്നില്ലേ, പിന്നെ എന്താണ് സാർ പേയ്മെൻറ്റ് തരുന്നുണ്ട്. മൂന്നാമത്തെ ഓർഡർ 3-ാമത്തെ വീക്കിൽ വരും. 1.5 ലക്ഷം രൂപയുടെ ഓർഡറായി. 1.5 ലക്ഷം രൂപയുടെ സപ്ലൈ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. നമുക്ക് കിട്ടുന്ന എത്രയാണ്? 10,000 രൂപ. അവിടെ കിടക്കുന്ന ഔട്ട്സ്റ്റാൻഡിങ് 1.5 ലക്ഷത്തോളം ഇപ്പോൾ ഉണ്ട്. നമുക്ക് 10,000 രൂപ വെച്ച് കിട്ടുന്നു. പിന്നെ അടുത്ത സപ്ലൈ ആ ആഴ്ച ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും അടുത്ത സപ്ലൈ 2 ലക്ഷം ആ ഡീലറുടെ അടുത്ത് വന്ന് പെട്ടുപോയി. ആദ്യത്തെ ഓർഡർ 50,000 രൂപ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് 10,000 രൂപ വെച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ഓർഡർ വരുമ്പോൾ അത്രയും ഓർഡർ നിങ്ങൾ അയക്കരുത്, കുറച്ചും കൂടെ ഓർഡർ കുറച്ചിട്ടാണ് അയക്കാവുള്ളൂ. അപ്പോൾ പേയ്മെൻറ്റ് പോളിസിയിൽ നമ്മൾ കൃത്യമായിട്ട് പിടിച്ചോളണം. ഈ സാധനം പോയാൽ പിന്നെ കിട്ടില്ല എന്നാണ് പറയുന്നത്. തരുന്നവർ, അങ്ങനെ ഡീൽ ചെയ്യുന്നവർ, ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ അവർ 20,000 അല്ലെങ്കിൽ 50,000 ഒക്കെ ഡീൽ ചെയ്യുന്നവർ ഉണ്ടാവാം. വളരെ കുറച്ച് പേരുണ്ടാവുള്ളൂ. അല്ലാതെ ഉള്ള ഒരു 50% താഴെയുള്ള ആൾക്കാർ കൃത്യമായിട്ട് പേയ്മെൻറ്റ് തരുന്നവരല്ല. ഏതെങ്കിലും രീതിയിൽ ഓർഡർ മേടിച്ച് വെച്ചിട്ട് പിന്നെ പൈസ എന്ന് പറഞ്ഞ് അവൻ്റെ പുറകെ നടക്കേണ്ട വരും, അവിടെ പോയി ഇരിക്കേണ്ട വരും. വേറെ 4 ഡീലറെ വേറെ നിങ്ങൾക്ക് അപ്പോയിൻറ്റ് ചെയ്യാനുള്ള സമയം നിങ്ങൾക്ക് നഷ്ടപ്പെടും.
സമയം വെറുതെ പെട്രോൾ അടിച്ച് പോകും. നിങ്ങളുടെ കാർ ഓടിച്ച് വെറുതെ സമയം കളയരുത്. എന്തിനാണ് ആവശ്യമില്ലാത്ത ടെൻഷൻ എടുത്ത് ഈ തലക്കകത്തേക്ക് വെക്കണത്? നമ്മൾ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പേയ്മെൻറ്റ് കൃത്യമായിട്ട് തരുന്നവർക്കാണ് പ്രോഡക്റ്റ് കൊടുക്കാവുള്ളൂ. ഇവരെന്തിനാണ് പിന്നെ അത് മേടിച്ച് വെക്കണത്? ഇവരെന്തിനാണ് ഈ 2 ലക്ഷം രൂപയുടെ പ്രോഡക്റ്റ് എന്തിനു വാങ്ങിച്ച് വെക്കുന്നവിടെ? അത് വിൽക്കാനല്ലേ? അവർ വിറ്റിട്ടുണ്ടാവും. ഇത് റോളിംഗ് ആണ്. ഇത് വിറ്റിട്ട് ആ പേയ്മെൻ്റ് എടുത്ത് വേറെ പാർട്ടിക്ക് കൊടുത്തിട്ട് അങ്ങനെയുള്ള കളികളാണ് ഇതിനകത്ത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് അനലൈസ് ചെയ്ത ശേഷം ഇങ്ങോട്ട് എത്ര കിട്ടുന്നു അത് നോക്കി അങ്ങോട്ട് കൊടുത്താൽ മതി. അല്ലാതെ കൊടുത്താൽ പെട്ടുപോവും. ഇപ്പോൾ സംസാരിച്ചതുപോലുള്ള മറ്റൊരു തരത്തിലുള്ള കസ്റ്റമറാണ് ഒരു ഡിസ്ട്രിബ്യൂട്ടർ നമ്മൾ അപ്പോയിന്റ് ചെയ്യും. ഈ ഡിസ്ട്രിബ്യൂട്ടർ ഒരു കമ്പനിയിലേക്ക് വരുന്ന പല എയിമിലൂടെയാണെന്ന്. നല്ലവരുണ്ട് 50%, പിന്നെ ഒരു 50% ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നവരാ. അഡ്ജസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഒരു 2 ലക്ഷം രൂപയുടെ ഓർഡർ നിങ്ങൾക്ക് തരികയാണ്. ഒരു ഡിസ്ട്രിബ്യൂട്ടറെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ ഒരു 2 ലക്ഷം രൂപയുടെ ഓർഡർ നിങ്ങൾക്ക് തന്നു. നിങ്ങളത് സപ്ലൈ ചെയ്തു, നിങ്ങൾക്ക് പേയ്മെന്റ് കിട്ടി. അപ്പോൾ ക്രെഡിറ്റ് പീരീഡ് പറഞ്ഞു ഒരു 30 ദിവസം. ഓക്കെ, അയാൾ അക്സെപ്റ്റ് ചെയ്തു. 30 ദിവസം കൊണ്ട് പേയ്മെൻറ്റ് തരുമ്പോൾ ഒരു സ്പെഷ്യൽ 10% കൂടി അഡീഷണൽ തന്നേക്കാന്ന് കമ്പനിയുടെ ഓഫർ വന്നു. ഓക്കെ, സന്തോഷമായി. അപ്പോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഏപ്രിൽ 10 ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു 2024 ഈ വർഷം തന്നെ ആവട്ടെ. ഏപ്രിൽ 15 ആയപ്പോൾ വേറൊരു 2 ലക്ഷം രൂപ ഓർഡർ വന്നു. ഏപ്രിൽ 15 പോസ്റ്റായിട്ട് ചെക്കിട്ട് നമ്മൾ 10% ഡിസ്കൗണ്ട് കൊടുത്ത സാധനം ഐറ്റം സപ്ലൈ ചെയ്തു. 15 അപ്പോൾ 2 ലക്ഷം രൂപ അവിടെ ആയിക്കഴിഞ്ഞു. 20 ആയപ്പോൾ ഒരു ഓർഡർ കൂടി കൊടുത്തു 2 ലക്ഷം രൂപയുടെ പോസ്റ്റായിട്ട് ചെക്കിട്ട് കൊടുത്തു നമുക്ക്. അപ്പോൾ അവിടെ 4 ലക്ഷം രൂപയുടെ ഓർഡറായി. ഒരു ഏപ്രിൽ 30 ആകുമ്പോൾ 2 ലക്ഷം രൂപയുടെ ഓർഡർ കൂടി അവർ തന്നു. 6 ലക്ഷം രൂപയുടെ സെയിൽ അവിടെ ഓൾറെഡി ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് വന്നു കഴിഞ്ഞു. ഒരു മാസം കൊണ്ടാണെന്നുള്ള കാര്യം ഓർമ്മിക്കണം. 6 ലക്ഷം രൂപ ആ ഡിസ്ട്രിബ്യൂട്ടർ പോയിന്റിലേക്ക് എത്തി. ഇപ്പോൾ എന്ത് സംഭവിച്ചിട്ടില്ല? ഒരു മാസം കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചിട്ടില്ല? എന്താ സംഭവിക്കാത്തത്? ഒരു ചെക്ക് പോലും പാസ്സായിട്ടില്ല. കാരണം 30 ഡേയ്സ് ആണ്. 30 ഡേയ്സ് എന്ന് പറയുന്നത് സാധാരണ ഒരു മാസമാണ്, 30 ദിവസമാണെന്ന് അറിയാലോ. അത് ഏപ്രിൽ കഴിഞ്ഞ് മെയ് ഏകദേശം എൻഡ് ആകുമ്പോഴേക്കാണ് വരുള്ളൂ. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യും? ഏപ്രിൽ കഴിഞ്ഞ് മെയ്യിലേക്ക് വന്നു. ഒരു 1 ലക്ഷം രൂപയുടെ ഓർഡർ കൊടുക്കുകയാണ്. ഡേറ്റ് ചെക്ക് തരണമെന്നേ. നിങ്ങൾ 30 ഡേയ്സ് അല്ലേ, ചെക്ക് തരണ്ട. ചെക്ക് വാങ്ങിച്ചു കൊണ്ടേയിരിക്കും. ഒരു 1 ലക്ഷം, ഒരു 50,000, ഒരു 25,000 അങ്ങനെ വാങ്ങിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ ചെക്ക് പാസ്സാക്കണമെന്നുള്ള കാര്യം ആര് തീരുമാനിക്കണം? കമ്പനിയല്ല തീരുമാനിക്കണേ, ആ ഡിസ്ട്രിബ്യൂട്ടർ തീരുമാനിക്കണം, അല്ലെങ്കിൽ ആ ഡീലർ തീരുമാനിക്കണം, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ആ കസ്റ്റമർ തീരുമാനിക്കണം ചെക്ക് പാസ്സാക്കണമെന്നുള്ള കാര്യം. ഇങ്ങനെ സെയിൽ നടത്തിയിട്ട് എന്ത് കാര്യമുണ്ടെന്നുള്ള കാര്യം ആലോചിക്കണം. ഇങ്ങനെ സെയിൽ എടുത്തുമ്പോൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ആ പാർട്ടിയെ വിശ്വസിക്കാമോ? മാർക്കറ്റിൽ അന്വേഷിക്കണം. നല്ല പാർട്ടിയാണോ, നല്ല കസ്റ്റമറാണോ, അയാൾ വാങ്ങിച്ചാൽ കൊടുക്കുന്ന ആളാണോ, അത് അന്വേഷിച്ച ശേഷം മാത്രമാണ് ഇങ്ങനെ ഡീൽ ചെയ്യാവും. ചില സാഹചര്യത്തിൽ ഇയാൾ നന്നായിട്ട് പോകുന്ന ഒരു മനുഷ്യനായിരിക്കാം, ഒരു കുഴപ്പമുണ്ടാവില്ലായിരിക്കാം. പക്ഷേ ഞാൻ പറയട്ടെ, ഒരു 25% അങ്ങനെയുള്ള ആൾക്കാരേ ഉള്ളൂ. ബാക്കി 75% പണി വരും കേട്ടോ, പ്രശ്നം വരും കേട്ടോ. അങ്ങനെ ഒരു കാരണവശാലും നമ്മൾ ഡീൽ ചെയ്യരുത്. അത് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് ഞാൻ. ഇപ്പോൾ 2 ലക്ഷം രൂപയുടെ അല്ല, 25,000 എടുത്താലും മതി, 10,000 എടുത്താലും മതി. ഒരു മാസം തന്നെ ഒരു 10-25 ബില്ല് അങ്ങ് വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എവിടെ ഡീൽ ചെയ്യാൻ പറ്റും? എങ്ങനെ ഒരു കമ്പനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും? ഒരിക്കലും ആ രീതിയിൽ കമ്പനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇത്തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡോടെ വരുന്ന ഡിസ്ട്രിബ്യൂട്ടർ എടുത്ത് ഡീൽ ചെയ്യേണ്ടത് കൃത്യമായിട്ട് ഒരു ലിമിറ്റഡ് ഫിഗർ വെക്കണം. ഫോർ എക്സാമ്പിൾ, ഒരു മാസത്തെ നിങ്ങൾ പർച്ചേസ് നടത്തുന്നത് ഒരു 2 ലക്ഷം രൂപ അല്ലെങ്കിൽ 1.5 ലക്ഷം രൂപ. 1.5 ലക്ഷത്തിൽ കൂടുതൽ നിങ്ങളുടെ ബില്ല് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പേയ്മെൻറ്റ് ഞങ്ങൾക്ക് തന്ന ശേഷമാണ് ഞങ്ങൾ പർച്ചേസ് ചെയ്യുള്ളൂ. അത് വ്യക്തമായിട്ട് കൃത്യമായിട്ടും കറക്റ്റായിട്ടും പറഞ്ഞിരിക്കണം. അക്യുറേറ്റായിട്ട് അത് പറഞ്ഞാണ് അത് ബിസിനസ് ചെയ്യാവുള്ളൂ. അത് മാത്രമാണ് ഇക്കാര്യത്തിലുള്ളൊരു പരിഹാരം. ഡേറ്റ് കൂടുതൽ കയറി പോകുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മളത് പറയണം. ഡ്യൂ ഡേറ്റ് പറഞ്ഞിരിക്കുന്ന ഒരു 35 ദിവസമാണെങ്കിൽ ചെക്കിൽ ഡേറ്റ് ഇട്ട് വെക്കണ ഒരു 2 മാസം കഴിഞ്ഞിട്ടായിരിക്കും. ചെക്ക് തന്നു. ഈ ചെക്ക് എന്നുള്ള സാധനം എന്താ പൈസ കിട്ടിയ പോലെയാണ് ചിലരുടെ വിശ്വാസം. ചെക്ക് ഓഫീസിൽ കെട്ടിയായിട്ട് ഇത്രയും കട്ടിയുണ്ടാവും, ഈ ചെക്ക് പാസ്സാവില്ല. അപ്പോൾ തലേ ദിവസമായിരിക്കും വിളിച്ചറിയാം, സാർ എവിടെയാണ്? സാർ ഗുഡ് മോർണിംഗ് സാർ. സാർ ഇന്ന് ഞാൻ തന്നിരിക്കുന്ന 50,000 രൂപയുടെ ചെക്ക് ഉണ്ടല്ലോ, ഇന്ന് ബാങ്കിൽ സബ്മിറ്റ് ചെയ്യണ്ട കേട്ടോ, നാളെ കഴിഞ്ഞ് സബ്മിറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ കമ്പനിയുടെ കാര്യങ്ങൾ അവിടെ പൊളിഞ്ഞു മൊത്തത്തിൽ. നമ്മുടെ ഫണ്ട് മാനേജ്മെൻറ്റ് മൊത്തത്തിൽ പൊളിയില്ലേ? ശരിയല്ലേ? അതുപോലെ ഡിസ്ട്രിബ്യൂട്ടർ പോയിന്റ് ഓഫ് വ്യൂ ആണെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടറുടെ കാര്യങ്ങൾ മൊത്തം പൊളിയും. ഡീലർ പറഞ്ഞേക്കാണ് ഫണ്ട് ഇപ്പോൾ പൈസ ഇടണ്ടെന്ന്, ചെക്ക് ഇടണ്ടെന്ന് പറഞ്ഞേക്കാണ്. ആ ചെക്ക് ഇട്ടാൽ പൊട്ടും. അപ്പോൾ പിന്നെ ചെക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു ലിമിറ്റ് വെക്കണം. ഈ ലിമിറ്റ് കൂടുതൽ ആർക്കും കൊടുക്കണ്ടെന്നേ, അതവിടെ ഇരുന്നോട്ടേന്നേ. റെഡി കാശ് എന്നവർ കൊടുത്താൽ മതി. അങ്ങനെ ഒരു നിയമം നിങ്ങൾ കൊണ്ടുപോകാന്നേ. അങ്ങനെ സെയിൽ ഉണ്ടാക്കിയാൽ മതി.
ഇത് വിൽക്കാൻ ആർക്കും പറ്റും. ഇങ്ങോട്ട് വരണം, ഈ പൈസയെ തൊട്ട് കയ്യിലേക്ക് വരാൻ പോക്കറ്റിലേക്ക് വീഴാൻ അത്രയും വിഷമ. അതെല്ലാവരും മനസ്സിലാക്കി വെച്ചാൽ മതി. അതുപോലെ തന്നെ വേറൊരു കസ്റ്റമറുണ്ട്, ബിൽ ടു ബിൽ കസ്റ്റമർ. ഈ ബിൽ ടു ബിൽ കസ്റ്റമറും നമ്മൾ പഠിച്ചിരിക്കും. ബിൽ ടു ബിൽ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇൻവോയ്സ് ഒരു കസ്റ്റമറിന് അടിച്ചു, ഒരു ഡീലർക്ക് അടിച്ചു, ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് അടിച്ചു, ഒരു 50,000 രൂപയുടെ പർച്ചേസ് അയാൾ നടത്തി. ബിൽ ടു ബില്ലാണ്. ബിൽ ടു ബില്ല് നടത്തി നെക്സ്റ്റ് ഒരു മാസം കഴിഞ്ഞ് അടുത്ത പർച്ചേസ് നടത്തുന്നുള്ളൂ. അപ്പോൾ ഈ പഴയ ബില്ല് നിൽക്കുന്ന ഈ 50,000 രൂപ ക്ലോസ് ചെയ്ത ശേഷം മാത്രമാണ് അടുത്ത പേയ്മെൻറ്റ് ഓർഡർ അവിടെ കൊടുക്കുകയുള്ളൂ, നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ബിൽ ടു ബിൽ എന്താണ്? ഓൾറെഡി ഒരു ബില്ല്, ഒരു 50,000 രൂപയുടെ ഒരു ബില്ല് പോയിട്ടുണ്ട്. അടുത്ത ബില്ലിൻ്റെ ഓർഡർ അയാൾ തരുമ്പോൾ ആദ്യം നിൽക്കുന്ന ഒരു 50,000 രൂപയുടെ പേയ്മെൻറ്റ് നമുക്ക് കിട്ടിയ ശേഷമാണ് ഇത് കൊടുക്കാൻ സാധിക്കുക. അതായത് ആ കസ്റ്റമർ ആ 50,000 രൂപ ക്ലോസ് ചെയ്ത് നമുക്ക് പൈസ തരണം. ഇപ്പോൾ നാളെ ബില്ലടിക്കുകയാണ്, ഇന്നിപ്പോൾ തിങ്കളാഴ്ചയാണ്, തിങ്കളാഴ്ച ഒരു 50,000 രൂപയുടെ ഓർഡർ തന്നു, നമ്മൾ സാധനം കൊടുത്തു. നാളെ ചൊവ്വാഴ്ച അയാൾ 50,000 രൂപയുടെ ഓർഡർ കൂടി വേണമെന്ന് പറയുകയാണെങ്കിൽ ബിൽ ടു ബിൽ സിസ്റ്റം അനുസരിച്ചാണെങ്കിൽ ആ 50,000 രൂപ അയാൾ നമുക്ക് തരണം. ആ ഡീലറോ ഡിസ്ട്രിബ്യൂട്ടറോ തന്ന ശേഷം, അല്ലെങ്കിൽ പേയ്മെൻറ്റ് നെഫ്റ്റ് ചെയ്ത ശേഷം, അല്ലെങ്കിൽ പുതിയ 50,000 രൂപയുടെ ബില്ലായിട്ട് അവിടെ വരുമ്പോൾ ആ ക്യാഷ് നമുക്ക് തരണം. അതാണ് ബിൽ ടു ബിൽ സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത്. ഈ ബിൽ ടു ബില്ലിനുള്ള ഒരു ഡീമെറിറ്റ് എന്താണെന്ന് വെച്ചാൽ, ഒരു കസ്റ്റമർ ഒരു ഡീലറോ ഡിസ്ട്രിബ്യൂട്ടറോ പല ആൾക്കാരിൽ നിന്നും പർച്ചേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ലേ, പ്രോഫിറ്റും ലാഭമൊക്കെ നോക്കി അവർ ചെയ്യാലോ. ഒരു 5 ലക്ഷം രൂപയുടെ പർച്ചേസ് ബിൽ ടു ബിൽ സെറ്റിൽമെൻറ്റ്, ആദ്യത്തെ ബിൽ ടു ബിൽ ഒരു 3 സെറ്റിൽമെൻറ്റുകൾ നടത്തി. 2 ലക്ഷം രൂപയുടെ, 3 ലക്ഷം രൂപയുടെ, 50,000 രൂപയുടെ കൃത്യമായിട്ട് ബിൽ ടു ബിൽ സെറ്റിൽമെൻറ്റുകൾ നടത്തി. പിന്നെ അയാൾ മൊത്തത്തിൽ എനിക്ക് കുറച്ചുകൂടി മാർക്കറ്റ് ഒന്ന് ഡെവലപ്പ് ചെയ്യാണ്, ഒന്ന് നോക്കട്ടെ എന്ന് വെച്ച് ഒരു 5 ലക്ഷം രൂപയുടെ ഒരൊറ്റ ഓർഡർ തന്നു. ബിൽ ടു ബിൽ സെറ്റിൽമെൻ്റ് ആണല്ലോ, ഇയാൾ ചെയ്തത് 30 ദിവസത്തിനുള്ളിൽ പേയ്മെൻറ്റ് തരുന്നുണ്ട്, അല്ലെങ്കിൽ 45 ദിവസത്തിൽ തരുന്നുണ്ട്, പോകട്ടെ 60 ദിവസത്തിനുള്ളിൽ പേയ്മെൻറ്റ് തരുന്നുണ്ട്. അങ്ങോട്ട് ഡീൽ ചെയ്യാണ്. ആരായിട്ട്? ആ കസ്റ്റമറായിട്ട്. എത്ര കൊടുക്കുന്നത്? 5 ലക്ഷത്തിൻ്റെ ഓർഡർ. സാധനം അയച്ചു, 5 ലക്ഷം രൂപയുടെ ഓർഡർ തന്നു. സാധാരണ ഒരു മാസം അല്ലെങ്കിൽ 60 ദിവസം കഴിയുമ്പോൾ അവർ പൈസ വിളിച്ച് പറയും, സാർ ഒരു ഓർഡർ ഉണ്ട്, ഒരു 50,000 ഓർഡർ ഉണ്ട്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാം പഴയ പോലെ തന്നെ ആ പൈസ തരുമെന്ന് വിചാരിക്കാം. 30 ദിവസം കഴിഞ്ഞു നമ്മളെ വിളിക്കുന്നില്ല, 60 ദിവസം കഴിഞ്ഞു നമ്മളെ വിളിക്കുന്നില്ല, 7 ദിവസം കഴിഞ്ഞു നമ്മളെ വിളിക്കുന്നില്ല. ഇദ്ദേഹം 5 ലക്ഷം രൂപയുടെ ഓർഡർ ഉണ്ടായിട്ട് വിളിക്കുന്നില്ല. 90 ദിവസം കഴിഞ്ഞു വിളിക്കുന്നില്ല, 120 ദിവസം കഴിഞ്ഞു വിളിക്കുന്നില്ല. അവിടെ പോയി ഇരിക്കുക, സാർ എന്ത് പറ്റി? ഓർഡർ മൊത്തത്തിൽ ഇത്തിരി ടൈറ്റ് വന്നു, ആകെ ഇത്തിരി പ്രശ്നങ്ങളാണ്, അതുകൊണ്ട് പറ്റിപ്പോയതാ, പെട്ടെന്ന് തരാട്ടോ. പെട്ടോ നമ്മൾ അല്ല, ഞാൻ അയക്ക് പറയാനുള്ളൊരു ന്യായമുണ്ട്. ഞാൻ വേറെ പർച്ചേസ് നടത്തിയിട്ടില്ലല്ലോ. ഞാൻ ബിൽ ടു ബിൽ സെറ്റിൽമെൻ്റ് എന്ന് പറഞ്ഞാൽ അടുത്ത പർച്ചേസ് നടത്തുമ്പോൾ ഈ പേയ്മെൻറ്റ് തരിക എന്നുള്ളതാണ്. ഞാൻ അടുത്ത പർച്ചേസ് നടത്താം, ഞാനൊന്ന് കുറച്ച് ഫിനാൻഷ്യൽ പ്രോബ്ലം ഒക്കെ വന്നു, ഒന്ന് സെറ്റിൽമെൻ്റൊക്കെ ആവട്ടെ, പൈസ തന്നോളാം. ഒരു ബിൽ ടു ബിൽ സെറ്റിൽമെൻറ്റിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? കസ്റ്റമറെ പഠിക്കണം. അയാൾ ഏത് ടൈപ്പിൽപ്പെട്ട കസ്റ്റമറാണ്? 4 ആൾക്കാരോട് ചോദിക്കണമെന്നേ. ഒരു പ്രോഡക്റ്റ് കൊടുക്കുമ്പോൾ ഒന്ന് പഠിക്കാൻ തയ്യാറാവുക. നമ്മൾ ആദ്യമായിട്ട് ഡീൽ ചെയ്യുകയാണെങ്കിൽ ഒരു 10 ആൾക്കാരോട് ചോദിക്കുന്നേ, ഇവരുടെ ഡീലിംഗ് എങ്ങനെയാണ്, അവരുടെ ഹിസ്റ്ററി എടുക്കുക, അവർ പേയ്മെൻറ്റ് തരുന്നവരാണോ, അവരുടെ സ്വഭാവം എന്തൊക്കെയാണ്. വളരെ ഒരു പ്രോഡക്റ്റൊക്കെ മാനുഫാക്ചർ ചെയ്യാൻ ഒരു മാനുഫാക്ചർ എന്തോരം കഷ്ടപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർ പെട്രോളും ഡീസലും കൊണ്ടാക്കി ഡീലറെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കുന്നു. ഇതൊക്കെ കഷ്ടപ്പാടുള്ളതല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മറ്റുള്ളവരോട് ചോദിക്കണം. ഒരു 10 ആൾക്കാരോട് ചോദിക്കണം, ഈ ഡീലർ എങ്ങനെയുണ്ട്, ഈ ഡിസ്ട്രിബ്യൂട്ടർ എങ്ങനെയുണ്ട്, ഇയാളൊരു പ്രശ്നക്കാരനാണോ, നമുക്ക് പൈസ തരുമോ? ഇതിനെക്കുറിച്ചൊക്കെ സ്റ്റഡി ചെയ്ത് വെൽ സ്റ്റഡി ആയിട്ട് മാത്രമാണ് ഒരു ഡീലറെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യാൻ, ഒരു ഡിസ്ട്രിബ്യൂട്ടറെ അപ്പോയിൻറ്റ് ചെയ്യാൻ പോകുന്നു. അയാളെക്കുറിച്ച് പഠിച്ച ശേഷം ഇയാൾ പേയ്മെൻറ്റ് തരുന്ന ആളാണോ? അങ്ങനെ ഫിക്സ് ചെയ്ത ശേഷം ഇയാൾ ബിൽ ടു ബിൽ പർച്ചേസ് ആണോ നടത്തുന്നത്? ഓക്കെ, അയാൾ ബിൽ ടു ബിൽ പർച്ചേസ് നടത്തട്ടെ, നമ്മൾ അവിടെയും ലിമിറ്റേഷൻ വെച്ചോളണം. ഇത്രയായിട്ടാണ് 50,000 രൂപ. ആ കസ്റ്റമറെ പഠിക്കുക, 50,000 രൂപ ഐറ്റം കൊടുക്കുക, 50,000 രൂപ ബില്ല് വരുന്നു. അയാൾ നാളെ കഴിഞ്ഞ് 1 ലക്ഷം രൂപ ഐറ്റം വേണമെന്ന് പറയുകയാണെങ്കിൽ, സാറേ 1 ലക്ഷം രൂപ ഐറ്റം ഏതൊക്കെയാണ് ഐറ്റം വേണ്ടത്? അപ്പോൾ അത് ഷോർട്ടേജ്, ചില ഐറ്റമൊക്കെ ഞങ്ങൾക്ക് ഷോർട്ടേജ് ഞങ്ങൾ നോക്കിയിട്ട് അയക്കാം. 5 ലക്ഷം രൂപയുടെ കൂടുതൽ ഐറ്റം വരുമ്പോൾ നമുക്ക് ഈ മറ്റേ എന്തോ ഒരു കഥ പറയില്ലേ, അതിപ്പോൾ പറയാൻ സമയമില്ല. അപ്പോൾ ഞാൻ പറയുന്നത്, ഈ ആഗ്രഹം, ഈ പെരുത്ത ആഗ്രഹങ്ങൾ അങ്ങനെ കൂടരുത്. അങ്ങനെ അവൻ 5 ലക്ഷം തരും, അതപ്പോൾ അവൻ തരും, 10 ലക്ഷം തരും, അവൻ അപ്പോൾ ബിൽ ടു ബില്ല് തരും. ഇങ്ങനെയുള്ള സ്വപ്നങ്ങളൊന്നും നമ്മൾ കൂടുതലൊന്നും ഒരു മനുഷ്യനെക്കുറിച്ചും ആരെക്കുറിച്ചും കൂടുതൽ സ്വപ്നങ്ങളൊന്നും മെനയരുത്. അപ്പോൾ അതൊക്കെ ലിമിറ്റ് വെച്ചോളണം. ബിൽ ടു ബില്ലാണെങ്കിലും ഒരാൾക്ക് കൊടുക്കുന്ന കാര്യങ്ങൾ അയാളുടെ കപ്പാസിറ്റി നോക്കിയാണ് കൊടുക്കാവും. അയാൾക്കത് തരാനുള്ള, ഈ 5 ലക്ഷം തരാനുള്ള കപ്പാസിറ്റി പുള്ളിക്കുണ്ടോ? 50,000 തരാനുള്ള കപ്പാസിറ്റി പുള്ളിക്കുണ്ടോ? പുള്ളിയുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ്? അയാളുടെ ഫണ്ട് മാനേജ്മെൻറ്റ് എങ്ങനെയാണ്? മറ്റുള്ള കസ്റ്റമറുടെ അടുത്ത് അയാൾ എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത്? ഇത് സ്റ്റഡി ചെയ്ത ശേഷം, ഇത് പഠിച്ച ശേഷം മാത്രമാണ് ഒരു കസ്റ്റമറെ ഡീൽ ചെയ്യാവുള്ളൂ.
ഓർഡർ കുറേ കമ്പനിയിലേക്ക് വരും, അതൊക്കെ വലിച്ചു വാരി അങ്ങോട്ട് അയക്കും. സെയിൽ ഉണ്ടാക്കുക എന്ന് മാത്രം ഒരു ജോലിയായിട്ടിരുന്ന് അവസാനം പൈസയും കിട്ടില്ല, അവിടെ പോയി ഇരിക്കണം. ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലേക്ക് നമ്മൾ വളരാതിരിക്കണമെങ്കിൽ വളരെ കസ്റ്റമറെ പഠിച്ച ശേഷം, ഡീലറെ പഠിച്ച ശേഷം, ഡിസ്ട്രിബ്യൂട്ടറെ പഠിച്ച ശേഷം മാത്രമാണ് ഒരു സപ്ലൈ ചെയ്യാവുള്ളൂ. അതുപോലെ ഡിസ്ട്രിബ്യൂട്ടർ ആണെങ്കിൽ പോലും ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഡീലറെ പഠിക്കണം. ഡീലറെ പഠിച്ച ശേഷം മാത്രമാണ് പ്രോഡക്റ്റ് കൊടുക്കാവുള്ളൂ. അതുപോലെ തന്നെ ഒരു ഡീലർ എൻ കൺസ്യൂമർക്ക് കൊടുക്കുമ്പോൾ അത് ഹോൾസെയിലായിട്ട് എടുത്ത് സെയിൽ നടത്തുന്ന ചെറുകിട ആളുകൾക്ക് കൊടുക്കുമ്പോഴും, അതുപോലെ എൻ കൺസ്യൂമറിന് കൊടുക്കുമ്പോഴും, ഞാൻ ഗൾഫിൽ നിന്ന് വരുമ്പോൾ ഇപ്പോൾ അങ്ങ് തന്നേക്ക്, ഞാൻ ഗൾഫിൽ പോയിട്ട് ബാക്കി 5 ലക്ഷം ഇട്ട് തരാമെന്ന് പറയുമ്പോൾ വെറുതെ വാരി വലിച്ച് കൊടുക്കാൻ നിൽക്കാതെ പേയ്മെൻറ്റ് കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ അയാളുടെ ബാക്ക്ഗ്രൗണ്ട് കൃത്യമായിട്ട് അന്വേഷിച്ച ശേഷം മാത്രമാണ് പ്രോഡക്റ്റ് കൊടുക്കാവുള്ളൂ. അല്ലാതെ കൊടുത്തു പോയാൽ നമ്മൾ പെട്ടുപോകും, നമ്മുടെ പ്രസ്ഥാനം തന്നെ ഇല്ലാതാവും. നമ്മളെ പ്രസ്ഥാനം പൂട്ടിപ്പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരാതിരിക്കണമെങ്കിൽ പേയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ വളരെയധികം ആക്യുറസി വേണം. നമുക്ക് ഈ സാധനം വന്നാൽ മാത്രമാണ് നമ്മുടെ മുന്നോട്ടുള്ള ബിസിനസ്സുകൾ നീങ്ങുകയുള്ളൂ എന്നുള്ള വിചാരത്തോടെ വളരെയധികം ശ്രദ്ധയോടെ പേയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ വളരെയധികം ക്ലാരിറ്റിയോടെ, ഏത് പേയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ക്ലാരിറ്റിയോടെ അത് കൃത്യമായി നോട്ട് ചെയ്ത് അവരെ ഫോളോ അപ്പ് ചെയ്ത്, പൈസ കിട്ടാനുള്ളവരെ ഫോളോ അപ്പ് ചെയ്ത് കൃത്യമായിട്ട് പോയാൽ മാത്രമാണ് പ്രസ്ഥാനങ്ങൾ ഓടുകയുള്ളൂ. ഒരാൾ സക്സസ് ആവുന്നതിൻ്റെ ബാക്കിലേ വളരെ പെയിനുണ്ട്. ഒരു ഡീലർ സക്സസ് ആകുന്നതിലും ഒരു പെയിനുണ്ട്, ഒരു ഡിസ്ട്രിബ്യൂട്ടർ സക്സസ് ആകുന്നതിലും ഒരു പെയിനുണ്ട്, ഒരു കമ്പനി സക്സസ് ആകുന്നതിലും ഒരു പെയിനുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെയും ബാക്കിൽ ഒരു പെയിനുണ്ട്. നമ്മൾ വളരെ വിജിലൻസ് ആയിട്ട് നമ്മളെ കസ്റ്റമറെ വീക്ഷിച്ചുകൊണ്ടിരിക്കണം. അയാളുടെ ആറ്റിറ്റ്യൂഡ് മാറ്റങ്ങൾ അത് ശ്രദ്ധാപൂർവം പഠിച്ചുകൊണ്ടിരിക്കണം. അതനുസരിച്ച് പ്രോഡക്റ്റ് കൊടുക്കാവുള്ളൂ. ഓൾ ദ ബെസ്റ്റ്.